Blessing today. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ ആദ്യത്തെ എപ്പിസോഡുമായി ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ അനേക വർഷങ്ങളായി ഈ ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാം കാണുന്ന പലരും ഉണ്ട്. അവരെ ഓർത്ത് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അപ്പോൾ തന്നെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വേണ്ടി സാധ്യമാക്കി തീർത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. 5 പേർ കൂടി ചേർന്നിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സാധ്യമാക്കി തീർത്തിട്ടുള്ളത്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ബാംഗ്ലൂരിൽ നിന്നുള്ള ഗീത വിജയകുമാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ മരുമകൻ ശശാത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബർത്ത്ഡേ ആണല്ലോ കർത്താവ്, അനുഗ്രഹിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ തന്നെ ചെന്നൈയിൽ നിന്നുള്ള കർത്താവെ, പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ അനുഗ്രഹങ്ങൾ ആ കുടുംബത്തിൻ്റെ മേൽ അങ്ങ് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓസ്ട്രേലിയയിൽ നിന്നുള്ള ട്വിങ്കിൾ ആൻഡ് മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർക്ക് വേണ്ടിയിട്ടുള്ള ആരോഗ്യം, അതുപോലെ ആത്മീകമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നൂറനാട് എന്നുള്ള രാധാമണിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർക്ക് കർത്താവരുടെ മൂത്ത മകന് ഒരു കുഞ്ഞിനെ ലഭിക്കുവാനായി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നിലമ്പൂരിൽ നിന്നുള്ള ഏഞ്ചൽ ബെന്നിക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, അവരുടെ ആൻറ്റി ജെസ്സിക്ക് കർത്താവ് ഒരു നല്ല നോർമൽ ഡെലിവറി ഉണ്ടാകട്ടെ എന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ എല്ലാ കുടുംബങ്ങളെയും ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ പിറകിൽ പ്രവർത്തിച്ചതിന് ഇവരെല്ലാവരോടുമുള്ള പ്രത്യേകമായി നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ആറ്റിങ്ങൽ ജനുവരി 29 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ ആറ്റിങ്ങൽ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മുണ്ടക്കയം ജനുവരി 30 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഹെൻറി ബേക്കർ മെമ്മോറിയൽ CSI പാരിഷ് ഹാൾ മുണ്ടക്കയം. ഇന്നത്തെ എപ്പിസോഡിന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ തന്നെ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാമിലൂടെ ഒത്തിരി ആളുകൾക്ക് വന്ന വ്യത്യാസങ്ങൾ, പ്രത്യേകിച്ച് മദ്യപാനത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ചിലർ പ്രാപിച്ച വിടുതലുകൾ, അതാണ് ടോട്ടൽ ഫ്രീഡം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മുൻപിലേക്ക് ഞങ്ങൾ അണിയിച്ചൊരുക്കി കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ പ്രോഗ്രാമിലേക്ക് നമുക്കിന്ന് പോകാം. പൂർണ്ണ സ്വാതന്ത്ര്യം, ടോട്ടൽ ഫ്രീഡം. ഈ ഒരു സെഗ്മെൻറ്റിൽ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ വന്നതുപോലെ തന്നെ വീണ്ടും മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണ വിമുക്തി നേടിയിട്ടുള്ള ചിലരുമായിട്ടാണ് ഞങ്ങളിന്ന് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ കൗമാരപ്രായത്തിൽ വെച്ച് മദ്യപാനം ആരംഭിച്ച പലരെയാണ് കണ്ടത്. ഇവരിൽ പലരും തന്നെ കൗമാരപ്രായത്തിൽ വെച്ച് തന്നെയാണ്. എത്രാമത്തെ വയസ്സിലാണ് മദ്യപാനം ആരംഭിച്ചത്? മദ്യപാനം ഒരു 17 വയസ്സാവും. പക്ഷെ ഒരു 12 വയസ്സ് മുതൽ പിന്നെ സിഗരറ്റ് വലിക്കുകയും പിന്നെ കഞ്ചാവ് വലിക്കുകയും ഇതൊക്കെ ചെയ്യുന്നു. താങ്കളോ? 16-17 വയസ്സിൽ കൗമാരപ്രായം തന്നെയാണ്. എത്രാമത്തെ വയസ്സിലാണ് അച്ഛൻ ആരംഭിച്ചത്? 14ാമത്തെ വയസ്സിലാണ് ഞാൻ കള്ളുകൂടി തുടങ്ങുന്നത്. അവിടെ അന്ന് ഷാപ്പിൽ ജോലിക്ക് പോയതാണ് തുടങ്ങിയത്. പിന്നെ 2 വർഷം അവിടെ നിന്ന്, അത് കഴിഞ്ഞ് പിന്നെ പോന്ന് മറ്റുള്ള പണിക്ക് പോകുമ്പോൾ പിന്നെ കള്ളുകൂടി തന്നെയായിരുന്നു. കള്ളുകൂടി അടിമയായി മാറി. ലാസ്റ്റ് കള്ളുകൂടി കള്ളിൽ ബ്രാൻഡിൽ കള്ളൊഴിച്ച് കുടിക്കുകയാണ് ലാസ്റ്റ് ചെയ്യുന്നത്. പിന്നെ പുകവലിയുണ്ട്. പുകവലി കുറവായിരുന്നു. ഹാൻസ് വെക്കൽ, മുറുക്കൽ എപ്പോഴും ഉണ്ടായിരുന്നു. അത് ഇവിടെ വരുമ്പോഴും മടിയിൽ വെച്ചിട്ട് വരും. എന്നിട്ട് ഇവിടെ നിന്ന് പോകുമ്പോഴത്തെ ബാത്റൂമിൽ കയറി അത് വെച്ചിട്ട് വീട്ടിലേക്ക് പോകാറുള്ളത്. കള്ളുകൂടി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എപ്പോഴും ഫുൾ ടൈം കള്ളുകൂടി, അല്ലാതെ ഒരു ദിവസം ഒന്നുമല്ല. ഒരു നേരം പോലും മദ്യത്തിന്റെ ലഹരി വിടാൻ പറ്റില്ല. അത് ഫുൾ ടൈം രാത്രിയും പകലും അങ്ങനെയൊന്നുമില്ല. ലാസ്റ്റ് ഇവിടെ നമ്മുടെ അടുത്തുള്ള ഒരു ഹരിഹരൻ എന്ന് പറഞ്ഞ ആളാണ് എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. അവിടെ കൂട്ടിക്കൊണ്ടുവന്ന് 3ാമത്തെ ആഴ്ചയിൽ വരുമ്പോൾ അന്ന് ഇതുപോലെ ഇവിടെ പുതിയതായിട്ട് വരുന്നവരുടെ കയറി പ്രാർത്ഥിക്കലൊന്നുമില്ല. നമ്മൾ പോയത് അവിടുന്ന് ഓല ഷെഡായിരുന്നു ഇവിടെ, കൊച്ചിൻ ബ്ലെസ്സിംഗ് സെൻ്റർ. നമ്മൾ 3ാമത്തെ ആഴ്ചയിൽ പാസ്റ്റർ ബണ്ടാമൻ ബ്രദർ കണ്ട് പ്രാർത്ഥിച്ചു. അന്ന് തന്നെ മദ്യപാനം നിന്നു. പിന്നെ മുറുക്കൽ കാണിച്ചും 2 ആഴ്ചയും കൂടി കഴിഞ്ഞപ്പോഴാണ് പിന്നെ അത് പൂർണ്ണമായിട്ട് പോകുന്നില്ല.
പിന്നെ ദൈവം പിടിപ്പിച്ച് ഏത് വർഷമാണ് നമ്മുടെ കൊച്ചിൻ ബ്ലെസ്സിങ് സെന്ററിൽ ആദ്യമായിട്ട് വന്നത്? 2009 ജൂണിലാണ്. 2009 ജൂൺ 2-ാം ആഴ്ച. എനിക്ക് തോന്നുന്നു 6 വർഷം ആയിരിക്കുന്നു. 14-ാമത്തെ വയസ്സിലാണ് മദ്യപാനം ആരംഭിച്ചതെന്ന് പറഞ്ഞു. ഇപ്പം എത്ര വയസ്സുണ്ട്? ഇപ്പം 61 വയസ്സ്. 61 വയസ്സ്. അപ്പോൾ ഏകദേശം 55 വയസ്സ് വരെ മദ്യപാനത്തിന് അടിമയായിട്ട് ജീവിച്ചു. അതെ. അപ്പോൾ ഏതാണ്ട് ഒരു 14 വയസ്സെന്ന് പറയുമ്പോഴത്തേനും 10-50 വർഷം, 40 വർഷത്തോളം അല്ലേ തികഞ്ഞൊരു മദ്യപാനിയായിട്ട് ജീവിച്ചു എന്ന് പറയാം. കാരണം ഫുൾ ടൈം മദ്യത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രത്യേകത മദ്യത്തിന്റെ ലഹരി വിടുന്ന പ്രശ്നമില്ല. ഇല്ല, ഒരു നിമിഷം പോലും മദ്യലഹരിയിൽ നിന്ന് മാറുന്നില്ല. ആ ദിവസങ്ങളിൽ ഞാൻ ഇവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞാൽ തന്നെ വീട്ടിൽ ചെന്ന് കള്ള് കുടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഭക്ഷണം തന്നെ കഴിക്കാറുള്ളത്. കള്ള് കുടിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുള്ളൂ. അങ്ങനത്തെ അവസ്ഥയാണ്. വീട്ടിൽ കള്ളുണ്ടാവും, വെച്ചിട്ടുണ്ടാവും, അതെടുത്ത് കഴിച്ചിട്ട് പിന്നെ ഭക്ഷണം തന്നെ. നേരത്തെ എന്തോ പറയുന്ന കേട്ടല്ലോ, ഇവിടെ വന്നപ്പോ തന്നെ ടോയ്ലറ്റിൽ പോകാൻ നേരത്ത് മടിയിൽ വെച്ചിട്ട്. അപ്പൊ ആദ്യത്തെ കുറച്ച് ആഴ്ചകളിൽ ഇവിടെ ആലയത്തിൽ വരുന്ന സമയത്തും ഈ ഹാൻഡ്സ് കയ്യിലുണ്ടാവും. 3-ആഴ്ചയോളം ഉണ്ടായിരുന്നു. മനോഹരൻ ചേട്ടനും ഹാൻഡ്സും കൂടി ചേർന്നാണ് അന്ന് ആരാധിച്ചുകൊണ്ടിരുന്നത്. വീണ്ടും വായിലെടുത്ത് വെച്ചിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. എത്ര രസകരമായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തിയുടെ അനുഭവങ്ങളാണ് ഇതൊക്കെ. കാരണം കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററിൽ, മറ്റ് പല ബ്ലെസ്സിങ് സെൻറ്റർ, ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലൊക്കെ വരുന്ന ആളുകൾ പലരും അത് നിർത്താൻ പറ്റും എന്നുള്ള വിശ്വാസമൊന്നും ഇല്ലാതെയാണ് അവർ വരുന്നത് അല്ലേ. പിന്നെ അത് എന്താ പറയുക, 1-2 ആഴ്ചകൾക്കുള്ളിൽ അവർ പോലും അറിയാതെ അതങ്ങ് മാറുകയാണ്. അതിനുശേഷം ഇപ്പോൾ ഉള്ള ജീവിതത്തിലെ മാറ്റങ്ങളൊന്ന് പറഞ്ഞു, അതാണ് ഞങ്ങൾക്ക് കേൾക്കാൻ. പറഞ്ഞാൽ അത് ഉപയോഗിക്കുന്നവരെ തന്നെ എനിക്ക് ഇഷ്ടമല്ലെന്നുള്ള എനിക്ക് പറയാനുള്ളത്. ഉപയോഗിക്കുന്ന ആരെങ്കിലും പോകാൻ വിളിച്ചാൽ തന്നെ ഞാൻ അവിടെ നിന്ന് അപ്പം തന്നെ മാറും. പറ്റാത്തവരാണെങ്കിൽ, പറയാൻ പറ്റുന്നവരാണെങ്കിൽ മാറി എന്ന് വിളിക്കാൻ പറയും. സാധാരണയായിട്ട് ഈ മദ്യപാനത്തിനൊരു 4 ഘട്ടം സ്റ്റേജ് ഉണ്ടെന്നാണ് പറയുക. ഒരു എക്സ്പെരിമെൻ്റൽ യൂസേഴ്സ് എന്ന് പറയുന്ന ആദ്യത്തെ ഒരു ഘട്ടം. ആ ഒരു ഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് പരീക്ഷിക്കുന്നതാണ്. ഇപ്പം നേരത്തെ ബ്രദർ പറഞ്ഞ പോലെ അപ്പനൊന്ന് അടപ്പിലൊഴിച്ചു കൊടുത്തു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പരീക്ഷണം, കൂട്ടുകാരുടെ ഒപ്പമുള്ള പരീക്ഷണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബർത്ത്ഡേ പാർട്ടിയോ അല്ലെങ്കിൽ പെരുന്നാളുകളോ അങ്ങനെയുള്ള ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ കൂട്ടുകാർ ചേർന്നുള്ള കൗമാരപ്രായത്തിലുള്ള ഒരു പരീക്ഷണത്തിൻ്റെ ഘട്ടം. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ഒരു കാഷ്വൽ യൂസേഴ്സ് എന്ന് പറയും. അതായത് ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക, ചില ആഘോഷങ്ങൾ, ചില പാർട്ടികൾ, ചില പ്രത്യേക അവസരങ്ങൾ വരുമ്പോൾ കൂട്ടുകാർ ചേർന്നോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ ചേർന്നോ വരുന്ന ആ ഒരു കാഷ്വൽ യൂസേഴ്സ് എന്ന് പറയാം. അത് കഴിഞ്ഞാൽ വരുന്നതാണ് റെഗുലർ യൂസേഴ്സ് എന്ന് പറയുമ്പോഴത്തേന് അതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു വൈകിട്ടൊക്കെ ആകുമ്പം പൊതുവേ ആളുകൾ അതിനൊരു കാരണം പറയാം, ജോലിയൊക്കെ ചെയ്താൽ മേലും നൊമ്പരമൊന്ന് മാറാൻ വേണ്ടിയിട്ട് അല്ലേ കുറച്ചൊന്ന് കഴിച്ചിട്ട് പോവുകയാണെന്ന് പറയുന്നത്. അത് വൈകുന്നേരം ആകുമ്പോൾ അതൊന്നും കഴിക്കാതെ പറ്റില്ല. ജോലി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പൈസയിൽ ഒരു ഭാഗം ഇതുപോലെ മദ്യ ഷോപ്പുകളിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് തിരികെ വീട്ടിൽ വരുന്ന പ്രവണത ഡെയിലി അതൊരു റെഗുലർ യൂസേഴ്സായിട്ട് മാറുകയാണ്. എന്നാൽ പിന്നീട് അങ്ങ് കഴിയുമ്പോൾ അടുത്തൊരു ഘട്ടം എന്ന് പറഞ്ഞാൽ അഡിക്ഷനാണ്. മദ്യപാനത്തോടുള്ള ആസക്തിയിലേക്ക് മാറുകയാണ്. അതിൻ്റെ അർത്ഥം പിന്നെ കുടിച്ചില്ലെങ്കിൽ എന്തായിരിക്കും, കൈവിറയ്ക്കും, കുടിച്ചില്ലെങ്കിൽ പറ്റില്ല. ആ കുടിച്ചില്ലെങ്കിൽ എന്തും മോഷ്ടിച്ചിട്ടാണെങ്കിലും പോയി കുടിക്കുന്ന ഒരു പ്രവണതയിലേക്ക് വരികയാണ്. ഇതിൽ ഭൂരിഭാഗം ആളുകളും ഇവിടെ ഇരിക്കുന്നതിൽ തന്നെ 3-4 ആ വിഭാഗത്തിൽ പെടുന്ന ആളുകളായിരുന്നു. എന്നിട്ട് 4ാമത്തെ വിഭാഗത്തിലൊക്കെ ഉള്ള ആരെങ്കിലുമൊക്കെ ഇവിടെ കാണുമെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? പേരും സ്ഥലവും ഒന്ന് പറയാമോ? സ്ഥലം ശംഖുമുഖമാണ്, തിരുവനന്തപുരം ശംഖുമുഖമാണ്. പേര് വിജയൻ. ഓക്കെ. പറയൂ, തുടങ്ങാനുള്ള കാരണം കൊച്ചിലെ തന്നെ ആ ഫീൽഡാണ്. കാരണം 12 വയസ്സ് മുതൽ ഞങ്ങൾ തിരുവനന്തപുരം ചാല എന്ന് പറഞ്ഞ പേര് കേട്ട ചാലയാണ്. അതിനകത്ത് ചെങ്കച്ചുള്ള, കരിമട, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗുണ്ടായുസമുള്ള പേര് കേട്ട സ്ഥലങ്ങളാണ്. അപ്പോൾ ഞാൻ എൻ്റെ 3-ാം ക്ലാസ് വരെ സ്കൂളിൽ പോയിട്ടുള്ളൂ. അത് കഴിയുമ്പോൾ അച്ഛൻ കൊച്ചിലെ തന്നെ മരിച്ചുപോയി. അപ്പോൾ പിന്നെ ജീവിക്കാൻ എൻ്റെ ഇളയത് 2 ആൺപിള്ളേരും ഒരു സഹോദരിയുണ്ട്, പിന്നെ 2 പേരും മൂത്തത്. അപ്പോൾ ജീവിക്കാൻ അച്ഛൻ മരിച്ചതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആയപ്പം ഞാൻ കൊച്ചിലെ തന്നെ പല ആൾക്കാരെയും കൂടെ ഈ ചാലയ്ക്കകത്ത്
സ്കൂളിൽ പഠിക്കുമ്പം തന്നെ പോകുന്ന പോക്കിൽ വീടി തുണ്ടൊക്കെ പറക്കി വലിക്കുമായിരുന്നു. വീടി തുണ്ട് ആരെങ്കിലും വലിച്ചിട്ടിടുന്ന വീടി തുണ്ട് പറക്കി കാണാതെ വീട്ടിൽ പോകുമ്പം പിന്നെ ഇങ്ങനെ വലിക്കും. അങ്ങനെ വീട്ടിൽ കഞ്ഞി വയ്ക്കാനൊന്നിനും നിവർത്തിയില്ലാത്ത ആ സാഹചര്യം വന്നപ്പോൾ ഇങ്ങനെ ചാലയിൽ പോയിട്ട് ഈ ചെമുടെടുക്കും. അവിടുന്ന് ഞങ്ങൾ ചാലയ്ക്കകത്ത് നിന്ന് തമ്പാനൂർ വരെ ഒരു ചെമുട് കൊണ്ട് വയ്ക്കുമ്പോൾ 50 പൈസ കിട്ടും. 50 പൈസ കണ്ണുനീരൊലിച്ചാണ് കൊണ്ടുവരണത്. കാര്യം നല്ല വെയിറ്റായിരിക്കും. അവർ കൊണ്ടുവയ്ക്കുമ്പോൾ ഒരു 50 പൈസ തരും. അങ്ങനെ ഈ 50 പൈസ വെച്ച് ഒരു 5-6 ചെമുടെടുക്കുമ്പോൾ 2-3 രൂപ കിട്ടും. അത് ഞാൻ ആ സമയത്ത് വീട്ടിൽ രാവിലെ തന്നെ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ ചെമുടെടുക്കുന്ന പൈസ എടുത്ത് പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് സിഗരറ്റ് വലിക്കുകയും ബീഡി വലിക്കുകയും പിന്നെ സിനിമ കാണാൻ പോവുകയും ചാലക്കകത്ത് തന്നെ ഉറക്കവും അങ്ങനെയുള്ള ആ ഫീൽഡാണ്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ ഗുണ്ടായിസവും വെട്ടും കൊല ഇതൊക്കെയാണ് മെയിൻ. അവിടെ പിന്നെ ചീത്തവിളിയുണ്ട്, ഇതിനകത്ത് അടിയുണ്ട്, പരസ്പരം നമ്മളെപ്പോലത്തെ ഉള്ള വേറെ പയ്യന്മാർ കാണും, അവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും. അപ്പോൾ സമാധാനമില്ല. 17 വയസ്സ് തൊട്ട് ശരിക്കും മദ്യവെച്ച് ചെറുതായിട്ട് കുടിച്ച് ഞങ്ങളവിടെ 2 രൂപ കൊടുത്ത ഒരു ഗ്ലാസ് അന്ന് ചാരായം കിട്ടുമായിരുന്നു. ഷാപ്പില്ല, വീടുകളിൽ പോയി 2 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വലിയ ഗ്ലാസ് കിട്ടും. അങ്ങനെ ചെറുതായിട്ട് കുടിച്ച് പിന്നെ രാവിലെ ബാത്റൂമിൽ പോയാലും ഒരു ഗ്ലാസ് കുടിക്കാതെ പോകാൻ പറ്റില്ല. അത്രയ്ക്കും ശരിക്കും മദ്യപാനം. ഈ സാധാരണ നമ്മുടെയൊക്കെ നാട്ടിലെ ആളുകൾക്കൊക്കെ സാധാരണ ഒരു ബെഡ് കോഫി അല്ലേ, ടീ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് ടോയ്ലറ്റിൽ പോകാൻ പറ്റുക എന്ന് പറയുന്ന പോലെ ചാരായം കുടിക്കാതെ ഇദ്ദേഹത്തിന് ടോയ്ലറ്റിൽ പോകാൻ പറ്റത്തില്ല, ഉറപ്പാണ്. അല്ലെങ്കിൽ എനിക്ക് ശരീരം രാവിലെ ഒരു വിറയലുണ്ടാവും. അപ്പോൾ എത്ര വയസ്സുണ്ടായി കാണും? ഒരു 17 വയസ്സ്. ഓ, ആ ഒരു പ്രായത്തിൽ പോലും. ആ സമയത്ത് അപ്പോഴും ഞാൻ ചാലയുടെ ഇത് കഴിഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും പുറത്ത് പണിക്ക് പോകാൻ തുടങ്ങി. പണിക്ക് പോകുമ്പോൾ രാവിലെ വെള്ളം അടിച്ചിട്ടേ പോകത്തുള്ളൂ. 10 മണിക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് അതും എവിടെയെങ്കിലും പോയി ആരെങ്കിലും വിട്ട് വാങ്ങിപ്പിച്ച് വെള്ളം അടിച്ചിട്ടാണ് പണിക്ക് നിൽക്കുന്നത്. ഓ ശരി, പണിക്ക് നിൽക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല. പ്രശ്നമില്ല, അതൊരു പരുവത്തിൽ അങ്ങനെ അങ്ങ് പോകും. അത് ആ ഒരു പയ്യന്മാരും അങ്ങനെയുള്ള ആൾക്കാരും ആയിരിക്കും നമ്മുടെ കൂടെ. ഈ അഡിക്ഷൻ്റെ കാര്യം പറയുന്നത് അങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ അഡിക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ അവർക്ക് ജോലി ചെയ്യാൻ പോലും പറ്റണമെങ്കിൽ ഈ ഒരു മദ്യം ഇല്ലാതെ പറ്റില്ല എന്നാ പറയാ. ആ മദ്യം അന്ന് കഴിച്ചില്ലെങ്കിൽ അവരൊന്ന് ജോലിക്ക് പോകില്ല. ശരീരം ഭയങ്കര വേദനയായിരിക്കും. ഓ ശരി, ജോലിക്ക് പകുതി വഴിയിൽ നിർത്തിയിട്ട് ജോലിക്ക് ഇതാവരുന്നെന്ന് പറഞ്ഞാൽ പെക്കളായി. പിന്നെ അവിടെ ജോലി സ്ഥലത്ത് നിൽക്കത്തില്ല. അത് എവിടെ ഉണ്ടെങ്കിൽ അവിടെ പോയി വാങ്ങിക്കും. പിന്നെ ഇടയ്ക്ക് കഞ്ചാവ് അടിക്കുമായിരുന്നു. ഇടക്കാലത്ത് കഞ്ചാവും പിന്നെ ഇടക്കാലത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വൈകിട്ട് പയ്യന്മാരെല്ലാം കൂടി മണലിലിരുന്നിട്ട് ഒരു 8-10 പൊതി ഇങ്ങനെ ഇട്ട് വളഞ്ഞിരുന്നിട്ട് ഇതിനെ വലിച്ച് ഒരു 8-9 മണിക്ക് തുടങ്ങി ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ കഞ്ചാവും ചാരായും കൂടെ ആകുമ്പോൾ ആളൊരു പരുവാകും. രാത്രി അങ്ങനെയാണ് വീട്ടിൽ കയറി പോകുന്നത്. പിന്നെ രാവിലെ എണീക്കുമ്പോൾ തന്നെ സാധനം വച്ചേക്കും അവിടെ. ഇതിനിടയിൽ എന്തെങ്കിലും നിർത്താൻ വേണ്ടി ആഗ്രഹം ഉണ്ടായിരിക്കും. വീട്ടിലിത് കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേക്ക് വീട്ടിൽ പ്രശ്നമായിരിക്കുമല്ലോ. വീട്ടിൽ അമ്മ വഴക്ക് പറയും, സഹോദരങ്ങൾ വഴക്ക് പറയും, അവർക്ക് എന്നെ കണ്ടുകൂടാതെ അവർ വെളിയിൽ തള്ളിക്കളയും, ആർക്കും ഇഷ്ടമില്ലാത്ത രീതിയിൽ. അപ്പോൾ ആ ഒരു ഫീൽഡ് വരുമ്പോൾ ഒരു ദിവസം ചിലപ്പോൾ രാവിലെ അടിക്കുന്നത് ചിലപ്പോൾ ശകലം 2-3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് അടിക്കാന്നുള്ള ആ ഒരു ഇത് വരും. ഇനി ഒരിക്കലും ഉണ്ടാവില്ലെന്ന് പറയും. 100 സത്യമൊക്കെ ചെയ്യും. ഇനി ഒരിക്കലും വെള്ളം അടിക്കും, ഇനി ഒരിക്കലും വെള്ളം അടി നിർത്തിയെന്ന് പറയാം. അപ്പോൾ അവർക്ക് വളരെ ഹാപ്പി ആയിരിക്കും. അന്ന് ഇത്തിരി ആഹാരമൊക്കെ ശരിക്കും വയ്ക്കും, നല്ലവണ്ണം എല്ലാവരും സമാധാനം. പക്ഷെ രാത്രി വീണ്ടും വെള്ളം അടിക്കും. കാരണം ഈ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഘട്ടത്തിൽ ആ അഡിക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ നിർത്തണം എന്ന് എത്ര ആഗ്രഹിച്ചാൽ അവർ ചിന്തിക്കും നിർത്താമെന്ന്, പക്ഷെ നിർത്താൻ പറ്റൂല. അഥവാ നമ്മൾ നിർത്തണമെന്ന് വലിച്ചിട്ട് അങ്ങനെ വെളിയിൽ റോട്ടിൽ ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മളെ ഫ്രണ്ട്സുകളുണ്ടല്ലോ, അവർ വിളിച്ചിട്ട് അളിയാ അതൊന്നും കുഴപ്പമില്ല, ഒരു ശകലം ഒരു സ്മോൾ അടിച്ചാൽ മതി അളിയെ, ഒരു സ്മോൾ അത്രയും മതി. അതാകുമ്പോൾ അമ്മയൊന്നും അറിയില്ല, സഹോദരങ്ങളാരും അറിയില്ല. പക്ഷെ അവിടെ പോയിരുന്ന് അടിച്ച് ഒരു സ്മോൾ അടിച്ച് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വേണ്ടേ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഒഴിച്ചുകൊണ്ടിരിക്കും. പിന്നെ അതങ്ങ് കണ്ടിന്യൂ ആയിട്ട് കുടിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം തികഞ്ഞ മദ്യപാനികൾക്കൊക്കെ ശരിക്കും ഇത് നിർത്താൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇത് നിർത്തിയല്ലോ, അതെങ്ങനെയാ നിർത്തിയെന്നൊന്ന് പറയാമോ? അതാണ് ആക്ച്വലി ഈ പ്രേക്ഷകർ മുഴുവൻ കേൾക്കാൻ വേണ്ടി താല്പര്യപ്പെട്ടിരിക്കുന്നത്. യേശുവിന്റെ കൃപയാണ്. ദൈവത്തെ അറിഞ്ഞ ആ ഒരു എങ്ങനെയാണ് അത് അറിയാൻ സാധിച്ചത്? അറിയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ പിന്നെ ഈ ഒരു പ്രശ്നമാണ്. വീട്ടിലും കല്യാണം കഴിഞ്ഞ പിന്നെ വീട്ടിലെന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ മദ്യം വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ 2 കുപ്പി കൊണ്ടുവരും. ഒന്ന് അവളെ കാണിക്കും, ചെറിയൊരു കുപ്പി കാണിച്ചിട്ട് അപ്പോൾ ഒരു ഗ്ലാസ്സിലൊഴിക്കാൻ വീട്ടിൽ ഞാൻ വെച്ച് കുടിക്കൊള്ളുന്നൊരു സത്യം ചെയ്തിട്ട് ഒരു ശകലം ഒഴിച്ചിട്ട് അവൾ പിടിച്ച് വാങ്ങിച്ചുകൊണ്ട്
പൂട്ടി അലമാരിക്ക് വയ്ക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ ഒരെണ്ണം ഉണ്ടല്ലോ, അത് വേറൊരു സ്ഥലത്താണ് വെച്ചേക്കുന്നത്. അത് ബാത്റൂമിനകത്ത് എവിടെയെങ്കിലും ആയിരിക്കും ഒളിപ്പിച്ച് വെച്ചിരിക്കും. അവൾ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പോകും, കൂടെ പോയിട്ട് ഒരു ഗ്ലാസ് എടുത്ത് അത് ഒളിച്ച് തന്നെ വെച്ചേക്കും. പൈപ്പിൻ്റെ അവിടെ പോയി ശകലം പിടിക്കും, പിള്ളേരും ആരും കാണാതെ അതിൽ കുറച്ചൊഴിക്കും. അങ്ങനെ കുടിച്ച് വരുമ്പം ഈ ഒരു ബെക്ക് കുടിച്ച് നിർത്തുന്നത് ഞാൻ പിന്നീടാകുമ്പം ശരിക്കും ഫിറ്റാവുമ്പോൾ രാത്രി അങ്ങനെ വീട്ടിൽ സമാധാനമില്ല. വീട്ടിൽ പ്രശ്നമാണ്, അടിയും വഴക്കും, പിള്ളേരെ വഴക്ക് കുറച്ചിലും വൈഫിനെ അടിക്കലും ഇതൊക്കെ. അങ്ങനെ ആയതാണ്. ആരോ എൻ്റെ വൈഫിൻ്റെ ഒരു കൂട്ടുകാരി ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് രാവിലെ ഒരു 7 മണിക്ക് പ്ലസ് ഇൻ ടുഡേ എന്ന് പറഞ്ഞ ഒരു ചാനലുണ്ട്, അത് കണ്ട് ബ്രദർ ഡാമിയൽ പ്രാർത്ഥിച്ചാൽ മതി, ദൈവം ജീവിക്കും, ദൈവം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇവളൊന്ന് 2 ദിവസം, അത് എനിക്കറിയില്ല അങ്ങനെ ഇത് കാണുന്നതായിട്ട്, 1-2 ദിവസം കണ്ട്. അപ്പോൾ എന്നിട്ട് അതിലൊരു നമ്പറുണ്ടായിരുന്നു, നോട്ട് ചെയ്ത് ഇവിടെ എറണാകുളത്ത് എന്തോ വിളിച്ചപ്പോൾ പറഞ്ഞ് സിറ്റിയിൽ ഇന്നടുത്തൊരു പിന്നെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുണ്ട്, അവിടെ ഉണ്ടെന്ന്. അത് TV പ്രോഗ്രാമത്തിൽ പറഞ്ഞു. അത് പോയി, പുള്ളിക്കാരി അവിടെ പോയി, ഫെസ്റ്റിവലിന് പോയിട്ട് അവിടെ നിന്ന് അനേകം ആൾക്കാരെ സാക്ഷ്യങ്ങളും കാര്യങ്ങളും ഒക്കെ കേട്ടിട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും ഞായറാഴ്ചയും പോകും. ഞായറാഴ്ച ഇതേണക്ക് ഈ നമ്പറിൽ വിളിച്ചു ചോദിച്ചപ്പോൾ ഇന്നടുത്തൊരു പ്ലസ്സിംഗ് സെൻറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പ്ലസ്സിംഗ് സെൻറ്ററിൽ പോയിട്ട് വന്ന് ആൾക്കാരുമായിട്ടൊക്കെ വലിയ സഹകരണങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടുത്തെ ആ ഒരു ദൈവസ്നേഹം കണ്ടപ്പോഴത്തേക്ക് പുള്ളിക്കാരി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് മദ്യപാനം നിർത്തിയിട്ട് പള്ളിയിൽ വരണം, നമുക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാവും, ജീവിതത്തിൽ ഒരു നേട്ടങ്ങളുണ്ടാകും, കടഭാരം ദൈവം മാറ്റും. അങ്ങനെ ഒരുപാട് സാക്ഷ്യങ്ങൾ അവിടെ കേട്ട് ഇച്ചായം വരണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറയണമില്ലാതെ പോകത്തില്ല. അങ്ങനെ പുള്ളിക്കാർ ഒരു ദിവസം പിന്നെ ഈ മദ്യപാനം ഞാൻ കൊണ്ടുവന്ന് എന്നെ പിടിച്ചു മാച്ച് അമ്മയും മക്കളെല്ലാം കൂടെ ചേർന്ന് അതിന് ക്ലോസറ്റിനകത്ത് ഒഴിച്ചു കളഞ്ഞു. എന്നിട്ട് ഒരു പിറ്റേ ദിവസം പിള്ളേരുമായിരുന്നു പോകുമായിരുന്നു പള്ളിയിൽ. പിറ്റേ ദിവസം തൊട്ട് 2 ദിവസം കഞ്ഞി വെച്ചില്ല, ഞാൻ പള്ളിയിൽ വരണം. പണിമുടക്ക് നടത്തി ഭാര്യ, കഞ്ഞി കൊടുത്തില്ല. 2 ദിവസം കഞ്ഞി വെച്ചില്ല, അവരും പട്ടിണിയാണ്, മക്കളും ഭാര്യയും പട്ടിണിയാണ് 2 ദിവസം. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ 2 ദിവസം കഞ്ഞിക്ക് പിള്ളേരും വളരെ പ്രയാസത്തിലിരിക്കുന്ന കണ്ട്, അപ്പോൾ ഒരു വെള്ളിയും ശനിയാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ഞായറാഴ്ച ഇടന്ന് ഞാനും കൂടെ പ്രാർത്ഥനയ്ക്ക് പോയപ്പോഴത്തേക്ക് അവിടെ പിന്നെ ഇവിടെ ഇപ്പം തിരുവനന്തപുരത്ത് നടക്കുന്ന സ്ഥലത്തായിരുന്നു പ്രാർത്ഥന. അവിടെ പോയപ്പോൾ അവിടെയുള്ള ആൾക്കാരുമായിട്ട് സഹകരിച്ചു, പ്രാർത്ഥനയുടെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എല്ലാവരും സഹകരണങ്ങളും കാര്യങ്ങളും കണ്ടു. അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഇവിടെ ഈ മദ്യപാനികളെ കുറിച്ച് ഇവിടുന്ന് ഡാമിയിൽ പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ദൈവസന്നിധിയിൽ പിന്നെ എൻ്റെ മനസ്സിലൊരു പിന്നെ ഒരു ഇത് ഇനി മദ്യപിക്കേണ്ട, അത് ശരിയല്ല എന്നെനിക്ക് തോന്നി. പക്ഷേ ഇത്രയും കാലം ഞാൻ മദ്യപിച്ചിട്ട് പലപ്പോഴും നിർത്തണമെന്ന് വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം ദൈവം എന്നിൽ അപ്പോഴേ തന്നെ പ്രവർത്തിച്ചു. അതിൽ പിന്നെ ഞാൻ മദ്യം കഴിച്ചിട്ടില്ല. അന്നാ ദിവസം പോയതിനു ശേഷം അതിനുശേഷം ഞാൻ ഒരൊറ്റ ദിവസം കൊണ്ട് പിന്നെ ഞാൻ മദ്യം കഴിച്ചിട്ടില്ല. എനിക്കൊരു ചോദ്യം കൂടി ചോദിക്കാണ്ട്. സാധാരണയായിട്ട് അംബ്രോസ് ബ്രദറെ, നമ്മൾ ഈ മദ്യപാനം നിർത്തുന്ന സമയത്ത് ഉണ്ടാവുന്ന ചില വിത്ഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവാറുണ്ട്. കൈവിറക്കുക, ഭയങ്കര ശരീരവേദന. ബ്രദറിന് അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടായിരുന്നു? ഇല്ല, ഒരു ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ അങ്ങനെ കാര്യമായ വിത്ഡ്രോവൽ ഇല്ല അടിക്കണമെന്നുള്ള. കാരണം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളെ കുടുംബത്തിൻ്റെ അവസ്ഥ ആലോചിച്ചപ്പോഴത്തേക്ക് ഞാൻ കാരണം എൻ്റെ മക്കളും ഭാര്യയും അവരും അതിലോട്ട് ആയിപ്പോയി. അവർ ദൈവസന്നിധി നഷ്ടപ്പെട്ടു. ഇതൊരു വലിയ കാരണം പല ബോധ്യം ശരിക്കും പറഞ്ഞാല് ഉണ്ടായി അല്ലേ? ഭയങ്കര ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കി, ഈ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ബോധം അവർക്ക് നഷ്ടമിടുകയാണ്. അതാണ് നമ്മൾ മുടിയനായ പുത്രൻ്റെ കഥയിൽ പിന്നെ അവന് സുബോധം വന്നു എന്നാണ് വായിക്കുന്നത്. സത്യത്തിൽ അന്ന് ആ ബ്ലെസ്സിങ് സെൻറ്ററിൽ ചെന്നപ്പോൾ യേശു കർത്താവ് അകത്ത് വന്നപ്പോൾ പിന്നെ മദ്യം വേണ്ടെന്നായി. വിഡ്രോവൽ സിംറ്റംസ് ഒന്നുമില്ലാതെ തന്നെ മദ്യപാനത്തിൽ നിന്ന് പുറത്തു വന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്നത്തെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് മദ്യപാനത്തെ പ്രതിപാദിക്കുന്ന 1-2 വചനങ്ങൾ കൂടെ വായിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. സദൃശ്യവാക്യങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് അല്ല, അതിൻ്റെ 23-ാമത്തെ അധ്യായം, അതിൻ്റെ 29 മുതൽ 35 വരെയുള്ള വേദഭാഗങ്ങളൊന്ന് നിർത്തി വായിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ വചനം വായിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പഴയ കഥയിലേക്ക് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. വളരെ കറക്റ്റായിട്ട് നിങ്ങൾക്കത് തോന്നും. ഒന്ന് വായിക്കാമോ? ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, ആർക്ക് കലഹം, ആർക്ക് ആവലാതി, ആർക്ക് അനാവശ്യമായ മുറിവുകൾ. ആർക്കാണ് കഷ്ടം, സങ്കടം, കലഹം, ആവലാതി, അനാവശ്യമായ മുറിവുകളൊക്കെ ഉണ്ടാകുന്നത് എന്നാണ് ചോദിക്കുന്നത്. ആർക്ക് കൺചുവപ്പ്,
വീഞ്ഞു കുടിച്ച് നേരം വൈകിക്കുന്നവർക്കും മദ്യം അന്വേഷിച്ചു പോകുന്നവർക്കും തന്നെ. നോക്കൂ, വീഞ്ഞു കുടിച്ച് നേരം വൈകിക്കുന്നവർക്കും മദ്യം അന്വേഷിച്ച് പോകുന്നവർക്കുമാണ് ഈ കലഹവും കഷ്ടവും വേദനയും പ്രശ്നങ്ങളും എല്ലാം ഉള്ളതെന്നാണ് ബൈബിൾ പറയുന്നത്. അടുത്ത ഭാഗം. വീഞ്ഞ് ചുവന്നിരിക്കുമ്പോഴും അത് പാത്രത്തിൽ തിളങ്ങുമ്പോഴും രസമായി ഇറങ്ങുമ്പോഴും നീ നോക്കരുത്. ഒടുവിൽ അത് സർപ്പം പോലെ കടിക്കും, അണലി പോലെ കുത്തും. നോക്കൂ, ഈ മദ്യപാനത്തിന് ബൈബിളിൽ കാണിക്കുന്ന ഒരു വർണ്ണന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർപ്പം പോലെ അണലി പോലെ എന്നാണ്. കാരണം അത് ഒരു കൊത്ത് തന്നാൽ അത് ജീവിതാവസാനം വരെയും നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ വിഷം അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ ആഘാതങ്ങളും ഉണ്ടായിരിക്കും എന്ന് പറയുന്ന പോലെ മദ്യപാനം ഒരു സർപ്പം പോലെയാണ്, അണലി പോലെയാണ്. അതുകൊണ്ട് മരണമാണ് ഒടുവിലായിട്ട് സംഭവിക്കുന്നത്. നിന്റെ കണ്ണുകൾ പരസ്ത്രീകളെ നോക്കും, നിന്റെ ഹൃദയം വക്രത പറയും. നീ നടുക്കടലിൽ ശയിക്കുന്നവനെ പോലെയും പാമരത്തിൻ്റെ മുകളിൽ ഉറങ്ങുന്നവനെ പോലെയുമാകും. നോക്കൂ, നടുക്കടലിൽ കിടന്നുറങ്ങാൻ നമുക്ക് പറ്റുമോ? വെള്ളത്തിൻ്റെ മുകളിൽ ഒരിക്കലും സാധ്യമല്ല. അതുപോലെ ഒരു കപ്പലിൻ്റെ പാമരം ഉയർത്തിരിക്കുന്നതിൻ്റെ അതിൻ്റെ മുകളിൽ നമുക്ക് കിടക്കാൻ പറ്റുമോ? ഇതുപോലെയാണ് മദ്യത്തിൽ അമർന്ന് കിടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കുന്നത് ഞാൻ സുഖമായിരിക്കുന്നു, ഞാൻ എല്ലാം മറക്കുന്നു എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷെ സത്യത്തിൽ അവർ കടലിൻ്റെ നടുവിൽ കിടക്കുന്ന പോലെയാണ്. അതായത് കിടന്ന ഉടൻ തന്നെ അദ്ദേഹം മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തൻ്റെ ജീവന് ഭീഷണിയായിക്കൊണ്ട് താൻ മുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ് അവർ സത്യത്തിൽ മദ്യത്തെ ആശ്രയിക്കുന്നത്. അടുത്ത ഭാഗം. അവർ എന്നെ അടിച്ചു, എനിക്ക് നൊന്തില്ല. അവർ എന്നെ തല്ലി, ഞാൻ അറിഞ്ഞതുമില്ല. ഞാൻ എപ്പോൾ ഉണരും? ഞാൻ ഇനിയും അത് തന്നെ അന്വേഷിക്കുമെന്ന് നീ പറയും. നോക്കൂ, ഞാൻ എപ്പോൾ ഉണരും, ഇനിയും ഞാൻ അത് തന്നെ അന്വേഷിക്കും. ഇവരൊക്കെ ഓരോരുത്തരും പറയുന്ന ഒരു കാര്യം അത് തന്നെയാണ്. നിർത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ അത് നിർത്താൻ പറ്റിയില്ല. ഇന്ന് ഈ ബ്രദറിൻ്റെ സാക്ഷ്യം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് പറയാനായിട്ട് ഒറ്റ കാര്യമുള്ളൂ: യേശു കർത്താവിന് നിങ്ങളെ വിടുവിക്കാനായി സാധിക്കും. ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാമിലൂടെ ഒരാൾ അന്ന് കണ്ടതിലൂടെ മാറ്റം വന്നെങ്കിൽ, ഒരാൾ തൻ്റെ ഭാര്യയും മക്കളും അദ്ദേഹത്തെ ബ്ലെസ്സിങ് സെൻറ്ററിലേക്ക് കൊണ്ടുപോയി. അവിടെയാണ് ഒരു മാറ്റം ഉണ്ടായിട്ടുള്ളത്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ബ്ലെസ്സിങ് സെൻറ്ററിൽ നിങ്ങളുടെ ഭർത്താവോ അപ്പനോ സഹോദരനോ ഒരുപക്ഷെ നിങ്ങളുടെ മരുമകനോ ആരായിരിക്കോട്ടെ നിങ്ങളുടെ മദ്യപാനിയായിട്ട് നിങ്ങളുടെ ഭവനത്തിലുള്ളത്, ആ വ്യക്തിയെയും കൊണ്ട് തൊട്ടടുത്തുള്ള ബ്ലെസ്സിങ് സെൻറ്ററിൽ പോകാൻ മറക്കരുത്. അടുത്ത ദിവസം തന്നെ കടന്നു പോകുക. ഞാൻ ഉറപ്പ് നൽകാം, യേശു കർത്താവിന് ഒരു നല്ല വിടുതൽ നൽകുവാനായി സാധിക്കും. അതുകൊണ്ട് ഈ പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഈ പ്രോഗ്രാം അടുത്ത ആഴ്ചയിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്യും. അതിനുവേണ്ടി ഞാൻ നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ആറ്റിങ്ങൽ ജനുവരി 29 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ ആറ്റിങ്ങൽ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മുണ്ടക്കയം ജനുവരി 30 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഹെൻറി ബേക്കർ മെമ്മോറിയൽ CSI പാരിഷ് ഹാൾ മുണ്ടക്കയം. ഇനി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്ന് രോഗികളായി നിൽക്കുന്ന പലരുമുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. വളരെ ശക്തമായ പല്ലുവേദനയുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് ആ വേദന ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതുപോലെ തന്നെ ശ്വാസ തടസ്സമുള്ള ചില വ്യക്തികൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാകുന്നതായി പരിശുദ്ധാത്മാ പറയുന്നു. അപ്പോൾ തന്നെ ശരീരത്തിൽ ത്വക്ക് രോഗങ്ങളുള്ള ചില വ്യക്തികൾ ഈ സമയത്ത് സൗഖ്യം പ്രാപിക്കുകയാണ്. നിങ്ങളുടെ പ്രധാന പ്രശ്നം നിങ്ങളുടെ ശരീരത്തിൽ ചൊറിച്ചിലുണ്ടാവുകയും ആ ഭാഗത്ത് കറുത്ത പാടുകൾ അവശേഷിക്കുകയും ചെയ്യുന്ന വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുകയാണ്. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് സൗഖ്യമാക്കിയതിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു കർത്താവെ. അതുപോലെ തന്നെ മാനസിക പ്രശ്നങ്ങളുള്ള ചില വ്യക്തികളെ കൂടെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത്തരം ചില വ്യക്തികൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ചില പ്രത്യേക ഭയമുള്ള ചില വ്യക്തികളെ, അതായത് തീയെ ഭയമാണ്, അതുകൊണ്ട് തന്നെ ഗ്യാസ് കത്തിക്കില്ല, അങ്ങനെ ചില പ്രത്യേക കാര്യങ്ങളിൽ ഭയമുള്ള ചില വ്യക്തികളെ, ചിലപ്പോൾ അത് കുട്ടികളായിരിക്കാം, മുതിർന്നവരായിരിക്കാം, അങ്ങനെയുള്ള ചില വ്യക്തികളെ ഏത് കാര്യത്തിലാണോ നിങ്ങൾക്ക് ഭയം
ഭയമുള്ളത്. കർത്താവ് ഇപ്പോൾ ആ ഭയത്തെ എടുത്ത് മാറ്റുകയും അവിടെ ഒരു ആത്മവിശ്വാസത്തെ കർത്താവ് നൽകാനായിട്ട് പോവുകയാണ്. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ അത്തരം വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ ഭയം ഈ സമയത്ത് അവരെ വിട്ട് മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവ് അങ്ങനെ അനുഗ്രഹിച്ചതിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു കർത്താവ്. ദൈവത്തിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നാളത്തെ എപ്പിസോഡ് കാണാൻ മറക്കരുത്. അപ്പോൾ തന്നെ ഈ ആഴ്ചയിൽ നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ 2 സ്ഥലത്തായിട്ടുണ്ട്. വെള്ളിയാഴ്ച ആറ്റിങ്ങലിൽ, അതുപോലെ തന്നെ ശനിയാഴ്ച മുണ്ടക്കയത്താണ് നടക്കുന്നത്. ഈ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്ത് നാളത്തെ എപ്പിസോഡ് കാണാൻ മറക്കരുത്. നാളത്തെ എപ്പിസോഡിലൂടെ വീണ്ടും കാണാം.